പരിശുദ്ധനായ ദൈവത്തിന് ഈ ഒരു ദിവസം കാണുവാൻ നമ്മെ സഹായിച്ചതിന് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് ഉള്ളതായ വ്യക്തി ത്രെഫിമോസ് എന്ന് പറയുന്നതായ വ്യക്തിയെ കുറിച്ചാണ്. നമുക്കറിയാം, അത് ആദ്യം വളരെ വലിയ ഖ്യാതിയുള്ള ഒരു വ്യക്തിയല്ല ഇദ്ദേഹം. എങ്കിലും കണിശമായിട്ടും ഈ ത്രെഫിമോസിനെ കുറിച്ച് ഞാൻ വേദപുസ്തകത്തിൽ പരിശോധിച്ചപ്പോൾ പലയിടങ്ങളിലായി തന്നെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ എല്ലാവരുടെയും പേര് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ് ഇന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ബെരോവയിലെ പുരോസിന്റെ മകൻ സോപാത്രോസും തെസലോനിക്കരായ അരിസ്തർഹോസും സെക്കൻഡ്രോസും ദെർബക്കാരനായ ഗയോസും തിമോത്തിയോസും ആസ്യക്കാരനായ തുഹിക്കേസും ത്രെഫിമോസും ആസ്യ വരെ അവനോട് പോയി എന്ന് ഇവിടെ പറയാണ്. അതായത് അവർ കുറെ പേര്, അതായത് നമുക്കൊരു ഒരു കമ്പാനിയനായിട്ട് അല്ലെങ്കിൽ സഹവാസികളായിട്ട് അപ്പോസ്തലനായ പൗലോസിനോട് പോയ കഥയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ പറയപ്പെട്ടതായ ഈ ത്രെഫിമോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ അടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് കൂടെ അധികമൊന്നും കൊണ്ടുപോകണ്ടെന്നാണ് കർത്താവ് പറഞ്ഞതെന്നാലും അത്യാവശ്യമായ ചില കാര്യങ്ങളൊക്കെയും കൊണ്ടുപോകണം. അത് പ്രത്യേകിച്ച് ഇവിടെ പറയുമ്പോൾ ആവശ്യമായ ആഹാരം, അതും ഈ വലിയ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് അതിന് തക്കവണ്ണമുള്ള തയ്യാറെടുപ്പോടുകൂടി പോകേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ ട്രെയിനിൽ തരുന്നത് വാങ്ങിക്കുക, അതൊക്കെ ചിലപ്പോൾ ദോഷകരമായ കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് കഴിയുന്നതും എത്രമാത്രം നമ്മൾ ആഹാരം പ്രിപ്പയർ ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാൻ തക്കവണ്ണം സാധിക്കുമോ അതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഈ ത്രെഫിമോസിനെ പോലുള്ളതായ സഹോദരങ്ങള് കൂട്ടാളികളായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഇവരൊക്കെയും വളരെയധികം സ്നേഹിക്കുകയും ക്രിസ്തീയമായ സ്നേഹത്താൽ ഇവരൊക്കെയും സഹോദരങ്ങളെ പോലെ പെരുമാറുകയും ചെയ്യുന്നതായ കാഴ്ചപ്പാട്. ഈയിടെ നമുക്കറിയാം, ഇപ്പോൾ ഒരു വലിയ ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും അതുപോലെ ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വാർത്ത വായിച്ചപ്പോൾ പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള ആഹാരം തയ്യാറാകുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണം ഞാൻ വായിക്കുകയുണ്ടായി. അതായത് രുചികരമായ നല്ല പോഷകാംശങ്ങളുള്ളതായ ആഹാരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം കുറെ പേര് വോളണ്ടിയേഴ്സ് ആയിട്ട് വരികയും അവർക്ക് വേണ്ടതായ ആഹാരങ്ങളൊക്കെയും സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികളെ കുറിച്ച് വായിക്കുകയുണ്ടായി. അപ്പൊ എത്രമാത്രം വളരെ സഹോദര സ്നേഹത്തോടുകൂടി, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെ, ഞങ്ങൾക്ക് വേണ്ടിയുള്ളവരെ, അപ്പൊ ആ രീതിയിൽ ക്രിസ്ത്യ വിശ്വാസത്തിലായിരുന്നവരെ എല്ലാവരെയും സഹായിപ്പാൻ തക്കവണ്ണം ഈ ത്രെഫിമോസിനെ പോലുള്ളതായ വ്യക്തികൾ വളരെയധികം സഹായം ചെയ്തു. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും, അത് മാത്രമല്ല അവരുടെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഏത് കാര്യത്തിലും പ്രത്യേകിച്ച് പല സഹായ സഹകരണങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി, സാധുക്കളായവരെ സഹായിക്കുന്നതിന് വേണ്ടി, വിധവമാരെ സഹായിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയുള്ള കാണിക്കെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫലശേഖരങ്ങള്, സാമ്പത്തികമായ കാര്യങ്ങൾ, ഇതൊക്കെയും ചെയ്യുന്നതിൽ സഹായിയായിട്ട് ഈ ത്രെഫിമോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പൗലോസ് എടുത്തു പറയുന്നത്, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും ഈ ത്രെഫിമോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ഈ ദിവസം നാം ആരംഭിക്കുമ്പോൾ കണിശമായിട്ടും മറ്റുള്ളവരെ സഹായിപ്പാൻ തക്കവണ്ണം, നല്ല മനസ്സുള്ളവരായി ഇരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് തന്നെ നമ്മുടെ ദൈവത്തിന് നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഇന്ന് അതായത് നമുക്ക് അനവധിയായ ആൾക്കാര് അവരുടേതായ ജീവിതങ്ങളിൽ പോലും അതായത് വേണ്ട എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ അവരെ ത്യജിച്ചിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ആയതുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ ഒരു ദിവസം കൂടെ കാണുവാനൊക്കെ ഞങ്ങളെ അവിടെ സഹായിക്കും. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ദിവസമായിട്ട് നിങ്ങൾ ആരംഭിക്കുമ്പോൾ കണിശമായിട്ടും ത്രെഫിമോസിനെ പോലുള്ളതായ സഹായികളായ സഹോദരങ്ങളായ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനോഭാവമുള്ളവരായി തീരുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണം. അടിങ്ങളുടെ വാക്കുകളാൽ, അടിങ്ങളുടെ ചിന്തകളാൽ, അടിങ്ങളുടെ കാണിക്കകളാൽ ഒക്കെയും ദൈവസഭയെ പോഷിപ്പിക്കുന്നതിനും ഞങ്ങളാലാവത് നന്ദിയുള്ളതായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ദിവസം അവിടുത്തെ സന്നിധി ഞങ്ങളെ താഴ്ത്തുന്നു. ഇന്ന് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ജന്മദിനമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വേണ്ട ആയുസ്സും ആരോഗ്യവും കൂടുതലായി ദൈവം നൽകുകയും അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുക്കുകയും ചെയ്യണമെന്ന് ക്രിസ്തയേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിവസം നല്ല ദിവസമായി തീരുവാൻ ദൈവത്തിന്റെ കരുണയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം.